വെസ്റ്റ് ഹാമിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രയാണ്. ഇന്ന് അവധിയായതിനാൽ സ്റ്റേഷനിൽ വലിയ തിരക്കില്ല. യാത്ര അതിമനോഹരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ കാണുന്ന വ്യൂസ് വാട്ടർലൂ ബ്രിഡ്ജിൽ നിന്നും എടുത്തതാണ്. ഈ ബ്രിഡ്ജ് തേംസ് റിവറിന് കുറുകെ പണിതു. 1945 വേൾഡ് വാർ സെക്കൻഡിലാണ് ഇത് കമ്മീഷൻ ചെയ്തത്. ഇതിൻ്റെ മൊത്തം ലെങ്ത് 1250 ഫീറ്റാണ്. ഇതാണ് വേൾഡ് ഫേമസ് ലണ്ടൻ ഐ. ഇതിൻ്റെ മുമ്പിൽ കാണുന്നതാണ് റിവർ തേംസ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഹൗസ് ഓഫ് പാർലമെൻറ്റ്. ഇതിൻ്റെ ഉയരം 443 അടിയാണ്. 2000-ലാണ് ഇത് കമ്മീഷൻ ചെയ്തത്. ഇതിൽ കയറിയാൽ ലണ്ടൻ നഗരം മൊത്തമായി കാണാൻ സാധിക്കും. ഇത് വെസ്റ്റ്മിനിസ്റ്റർ സിറ്റിയാണ്. ഇത് ലണ്ടൻ ഗവൺമെൻറ്റിൻ്റെയും ഇവിടുത്തെ മോണാർക്കിയുടെയും ആൻഡ് റിലീജിയൻ്റെയും ഹൃദയഭൂമിയാണ്. റിവർ തേംസിൻ്റെ നോർത്ത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ധാരാളം ലാൻഡ് മാർക്സ് ഉണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ലാൻഡ് മാർക്സ് ഹൗസ് ഓഫ് പാർലമെൻറ്റ്, ബിഗ് ബെൻ, വെസ്റ്റ്മിനിസ്റ്റർ അബേ, ചർച്ചിൻ്റെ കേന്ദ്രം, ബക്കിംഗ്ഹാം പാലസ്, ഡൗണിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ റെസിഡൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ, വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജ്. ഈ കാണുന്നത് എലിസബത്ത് ടവറാണ്. ബിഗ് ബെൻ എന്ന് പൊതുവെ അറിയപ്പെടുന്നു. ഹൗസ് ഓഫ് പാർലമെൻറ്റിൻ്റെ ഭാഗമാണിത്. ബിഗ് ബെൻ എന്ന് വിളിക്കാൻ കാരണം 13 ടൺ ഭാരമുള്ള ഒരു മണി ഇതിലുണ്ട്. ബിഗ് ബെൻ ലണ്ടൻ്റെ ഐക്കോണിക് ക്ലോക്കാണ്. അതുപോലെ സിംബൽ ഓഫ് ലണ്ടൻ എന്നും അറിയപ്പെടുന്നു. 1987 വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തി. ഈ കാണുന്നത് സെൻറ്റ് മാർഗരറ്റ്സ് ചർച്ചാണ്. ഇത് ഹൗസ് ഓഫ് പാർലമെൻറ്റിനും വെസ്റ്റ്മിനിസ്റ്റർ അബിയിലും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വെഡിംഗ് ചാപ്പൽ എന്നും വിളിക്കുന്നു. ഇതാണ് ലണ്ടൻ്റെ ഫേമസ് ബ്രിഡ്ജ്. 1896 കമ്മീഷൻ ചെയ്തു. ഇതിൻ്റെ മൊത്തം ലെങ്ത് 800 ഫീറ്റാണ്. ഹൈറ്റ് 213 അടിയും. കപ്പലുകൾക്ക് ഇതിൻ്റെ താഴെ കൂടെ പോകാൻ പറ്റും. ഇത് ലണ്ടൻ്റെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റാണ്.